ഉത്തരാഖണ്ഡിൽ ബസ് കൊക്കയിലേക്ക് മറിഞ്ഞ് 7 പേർ മരിച്ചു. ഭിക്കിയാസനിൽ നിന്നും അൽമോറ ജില്ലയിലെ റാംനഗറിലേക്ക് പോയ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. വിവരങ്ങളുമായി ഉണ്ണികൃഷ്ണൻ തന്നെയാണ് ചേരുന്നത്. ഉണ്ണികൃഷ്ണൻ, ഉത്തരാഖണ്ഡിലാണ് ഇത്തരത്തിലൊരു ബസ് മറിഞ്ഞത്. 7 പേർ മരിച്ചിട്ടുണ്ട്. കൂടുതൽ പേർക്ക് പരിക്കുകൾ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉത്തരാഖണ്ഡിലെ ഫിക്കിയാസിയിൽ നിന്ന് അൽമോറ ജില്ലയിലെ റാംനഗറിലേക്ക് പോയ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. രാവിലെയാണ് അപകടമുണ്ടായത്. ഇതിൽ 18 പേരാണ് ഈ അപകട സമയത്ത് ബസ്സിൽ ഉണ്ടായിരുന്നതെന്നതാണ് ലഭിക്കുന്ന വിവരം. അതിൽ 7 പേരുടെ മരണം സ്ഥിരീകരിച്ചു എന്നതാണ് പുറത്തു വരുന്ന വിവരം. ഇതിൽ 11 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. പലരുടെ നില ഗുരുതരമായി തുടരുന്നു എന്നതാണ് പുറത്തു വരുന്ന വിവരം. അതീവ ഗുരുതരമാണെന്നാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ അപകടങ്ങൾ സംബന്ധിച്ച്, ഉത്തരാഖണ്ഡിലെ അപകടങ്ങൾ സംബന്ധിച്ച് ഗുരുതരമായ വിവരങ്ങളടക്കം നേരത്തെ പുറത്തു വന്നിട്ടുണ്ട്. ഒരു വർഷം നിരവധി ബസ് അപകടം അവിടെ ഉണ്ടാവുന്നു എന്നതാണ് കാണേണ്ട ഒരു കാര്യം. റോഡിൻ്റെ ഘടനയടക്കം വലിയ പ്രശ്നങ്ങൾ അവിടെ ഉണ്ട് എന്നതാണ് പറയുന്നത്. വലിയ ഒരു വശത്ത് വീതി കുറഞ്ഞ റോഡാണെങ്കിൽ മറുവശത്ത് വലിയ കൊക്ക അടക്കം ഗർത്തമടക്കം ഉണ്ട്. മലനിരയെല്ലാം തന്നെ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാവുന്ന ഒരു സാഹചര്യം കൂടി ഉത്തരാഖണ്ഡിലുണ്ട്. ഈ പ്രശ്നം പൂർണ്ണമായും പരിഹരിക്കാൻ കഴിയാത്തതാണ് ഇത്തരത്തിൽ അപകടങ്ങൾ വഴിവെക്കുന്നതെന്നാണ് പുറത്തു വരുന്ന വിവരം. എന്തായാലും ബസ് കൊക്കയിലേക്ക് മറിഞ്ഞ് 7 പേരുടെ ജീവനാണ് നഷ്ടമായത്. അതിൽ 18 പേരാണ് അപകട സമയത്ത് ബസ്സിൽ ഉണ്ടായിരുന്നത്. അതിൽ 11 പേരുടെ നില അതീവ ഗുരുതരമാണ് എന്നതാണ് പുറത്തു വരുന്ന വിവരമനുസരിച്ച് അറിയാൻ കഴിയുന്ന ഒരു കാര്യം. എന്തായാലും ഉത്തരാഖണ്ഡിലാണ് ഈ സംഭവം ഉണ്ടായത്. ബിക്കിയാസയിൽ നിന്ന് അൽമോറ ജില്ലയിലെ റാംനഗറിലേക്ക് പോയ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. 7 പേരുടെ ജീവൻ നഷ്ടമായിരിക്കുന്നു. 11 പേർ അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. എന്തായാലും റോഡിൻ്റെ ഘടനയടക്കം അവിടെ വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഈ അപകടങ്ങൾക്ക് വഴിവെക്കുന്നു എന്നാണ് പറയുന്നത്. നിരവധി അപകടമാണ് ഒരു വർഷം അവിടെ ബസ് അപകടത്തിന് കണക്കെടുത്താൽ ഉണ്ടാകുന്നത്. വലിയ വീതി കുറഞ്ഞ റോഡ്, ഒരു വശത്ത് വലിയ കൊക്കയടക്കമുണ്ട്. ആ രീതിയിലാണ്. അതെല്ലാം തന്നെ വലിയ പ്രതിസന്ധിയാണെന്നതാണ് കാണേണ്ടത്. കൂടാതെ ഈ റോഡിൻ്റെ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ പ്രശ്നം പൂർണ്ണമായും പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് കാണേണ്ട ഒരു കാര്യം. അപകടങ്ങൾ തുടർക്കഥയാവുന്നു എന്നതാണ് ഈ ലഭിക്കുന്ന ഒരു വിവരം. എന്തായാലും ഈ അപകടത്തിൽ 7 പേർക്കാണ് ജീവൻ നഷ്ടമായത്. 11 പേർ അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ തുടരുകയാണ്. വ്യക്തമാണ്, ഉത്തരാഖണ്ഡിലാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായിരിക്കുന്നത്. ബസ് കൊക്കയിലേക്ക് മറിഞ്ഞാണ് അപകടമുണ്ടായത്. അപകടത്തിൽ 7 പേർ മരിച്ചിട്ടുണ്ട്. 11 പേരുടെ നില ഗുരുതരമാണ്. 18 പേരാണ് ഉണ്ടായിരുന്നത്. ഭിക്കിയാസിനിൽ നിന്നും അൽമോറ ജില്ലയിലെ റാംനഗറിലേക്ക് പോയ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് KC ഉണ്ണികൃഷ്ണനാണ്.